ഗുഡ് ഗോഡിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ദൈവസ്തുതിയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ കണ്ണിൽ കൂടെ നമുക്ക് നോക്കിക്കാണാം. ദൈവ തിരുമുമ്പിലേക്ക് കടന്നു വരുന്ന വ്യക്തിയിൽ ഉണ്ടാവേണ്ടത് ആരാധനയുടെയും നന്ദിയുടെയും സ്തുതിയുടെയും ബഹുമാനത്തിൻ്റെയും മനോഭാവമാകണം. നമ്മുടെ തലയിൽ എത്ര മുടികളുണ്ട് നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട് നമുക്കറിയില്ല. എന്നാൽ എല്ലാം ദൈവത്തിനറിയാം. ഈ തിരിച്ചറിവ് വ്യക്തമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് 1000 കോടി നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവം നൽകിയ ബുദ്ധി, ഓർമ്മ, ആലോചനാശക്തി, പ്രവർത്തിക്കാനുള്ള സാമർഥ്യം, നന്മ ഇച്ഛിക്കാനുള്ള ശേഷി തുടങ്ങി എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ആദിയിൽ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നും ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നും ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നുവെന്നും തിരുവചനം അരുളി ചെയ്യുന്നു. ഉൽപ്പത്തി 1:2. ദൈവം സൃഷ്ടിച്ചു തുടങ്ങുന്നതിന് മുൻപ് പ്രപഞ്ചം ശൂന്യമായിരുന്നു, അന്ധകാര നിബിഡമായിരുന്നു. സൃഷ്ടികർമ്മത്തോടൊപ്പം ദൈവത്തിൻ്റെ ആത്മാവായ കാറ്റും വീശി തുടങ്ങി. ആത്മീയ അന്ധകാരത്തിൻ്റെ ശൂന്യതയിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശി. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ് സൃഷ്ടികൾക്ക് പൂർണ്ണത ഉണ്ടായത്. അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞപ്പോഴും ജനിച്ച് ലോകത്തിലെത്തിയപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മനുഷ്യൻ്റെ ബുദ്ധി. എന്നാൽ ദൈവം ശിശു മാമോദീസ നൽകി പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി. അതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ചിലർ ശിശു മാമോദീസയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ആശയം പ്രചരിപ്പിക്കുന്നു. ശിശു മാമോദീസ കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ് അജ്ഞത മൂലം അവർ പറയുന്നത്. ഒരിക്കൽ ഏതാനും ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ തടഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ലൂക്ക 18:15-17 വരെയുള്ള വാക്യങ്ങൾ. ജന്മപാപവും കർമ്മപാപവും നീക്കി നമ്മെ ദൈവമക്കളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കുന്ന പരിശുദ്ധ കൂദാശയാണ് ശിശു മാമോദീസ. ഈ കൂദാശയെ ഓർത്ത് ദൈവത്തിന് 1000 കോടി നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ശിശു മാമോദീസായിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ പടിയിലേക്കും നാം പ്രവേശിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയും ജ്ഞാനവും പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നാം വളരുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-5 വാക്യം. സൃഷ്ടികളിൽ പൂർണ്ണത കൈവരുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം അവരിൽ കുടികൊള്ളുമ്പോഴാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യോഹന്നാൻ്റെ സുവിശേഷം 15-16 വാക്യം. ഈ ലേഖനം വായിക്കുന്നവരും വായിക്കാൻ കഴിയാത്തവരുമായ എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും സമൃദ്ധമായി വർഷിക്കപ്പെടുന്നതിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടതാണ്. അതിലെ വചനം ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ ഞാൻ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. സങ്കീർത്തനം 145 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം പറയുന്നു, അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ഹെബ്രായർ 1:3. ഭൂമിയിൽ നിന്ന് 9 കോടി മൈൽ അകലെ, ഭൂമിയേക്കാൾ 1 കോടി മടങ്ങ് വലിപ്പമുള്ള സൂര്യൻ, സൂര്യനേക്കാൾ വലിപ്പമുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ അനന്തജ്ഞാനവും അനന്തശക്തിയുമായ പുത്രൻ തമ്പുരാൻ യേശു തൻ്റെ ഒറ്റ വാക്കാൽ, തൻ്റെ വചനത്താൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഭ്രമണപഥത്തിൽ നിർത്തിയിരിക്കുന്നത് അവിടുന്നാണ്. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. ഇതുവരെ ചില നക്ഷത്രങ്ങളിലെ പ്രകാശം ഭൂമിയിൽ എത്തിയിട്ട് പോലുമില്ല. അത്രയും നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. അവയെല്ലാം കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ അവിടുത്തെ നമുക്ക് മനം തുറന്ന് സ്തുതിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ വചനത്താൽ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് അരുളി ചെയ്ത് മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവമേ, ആദത്തെയും ഹവ്വായെയും നിർമ്മിച്ച ദൈവമേ, അവരിൽ നിന്ന് ഈ തലമുറ വരെ ലോകമെങ്ങുമുള്ള കോടാനുകോടി ജനങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, അനുദിനം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.